നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ഹാപ്പി അല്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ, അൽ നസറിന്റെ ആരാധകർ ഹാപ്പി അല്ലേ? യെസ്, അൽ ഇത്തിഹാദിനെയാണ് തോൽപ്പിച്ചത്, അതും പ്രതിസന്ധികളും മറികടന്ന്. 25-ാമത്തെ മിനിറ്റിലാണ് സാദിയോ മാനെ റെഡ് കാർഡ് കിട്ടിപ്പോകുന്നത്. സ്കോർ ലൈൻ 1-1. മറുഭാഗത്ത് അൽ ഇത്തിഹാദാണ്, ശക്തമായ ടീമാണ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് പറയുകയല്ല. കരീം ബെൻസിമ, ബെർജ്വിൻ, അസം അവാർ, മൂസ ഡിയാബി, ഫാബിനോ, എൻഗോളോ കാണ്ടെ, ഡാനിലോ പെരീര. അവിടെയാണ് ആളെണ്ണം കുറഞ്ഞ് കളിക്കേണ്ടത്. ഹോർഗെ ഹീസസ് ടാക്ടിക്സ് മാറ്റി പിടിക്കാൻ നിർബന്ധിതനായി. പക്ഷേ നമ്മളപ്പോൾ കരുതുന്നത് അൽ നസർ പെടാപ്പാടുപെടുമെന്നാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ തീക്കളിയാണ്. കളി ഓപ്പൺ അപ്പ് ആകുന്നു, മികച്ച രൂപത്തിൽ കളിക്കുന്നു, ഗോൾ അടിക്കുന്നു. CR7 ആ സെൽഫ്ലെസ് അസിസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അതിൽ ഗോൾ അടിക്കുന്നത് ജാവോ ഫെലിക്സ്. വീണ്ടും ഒരിക്കൽ കൂടി ജാവോ ഫെലിക്സ് പന്ത് വലയിലേക്ക് എത്തിച്ചെങ്കിലും അതിൻ്റെ ബിൽഡപ്പിൽ ഫൗള് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അത് കൊടുത്തില്ല. തൻ്റെ ആദ്യ ഒഫീഷ്യൽ ഗോൾ അദ്ദേഹം നേടി. അപ്പോൾ നമുക്ക് ഇതൊരു പോർച്ചുഗീസ് കരുത്തിൽ പൂത്ത വിജയമാണ്. ക്രിസ്ത്യാനോയുടെ അൺസെൽഫിഷ് ആയിട്ടുള്ള അസിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ മികച്ച രൂപത്തിൽ ടീമിനായിട്ടുള്ള കളി, ജാവോ ഫെലിക്സിൻ്റെ കിടിലൻ പ്രകടനം, പിന്നെ എല്ലാറ്റിനും പുറകിൽ ആ തന്ത്രങ്ങളുമായിട്ട് ഹോർഗെ ഹീസസ് കളിക്കാരുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്ത് കണ്ടില്ലേ? കഴിഞ്ഞ സീസണിലെ സ്റ്റെഫാനോ പിയോളിയുടെ കോച്ചിങ് കളിച്ച അൽ നസർ അല്ല, ആകെ മാറിപ്പോയി. വല്ലാത്ത രൂപത്തിൽ ആവേശത്തിൽ പടവരുതി വിജയിക്കുന്ന ആ ഒരു അൽ നസറിനെയാണ് നമ്മൾ കണ്ടത്. കളി കഴിയുമ്പോൾ ഒഫീഷ്യലായിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അത് ജാവോ ഫെലിക്സ് അർഹിച്ച കരങ്ങളിൽ തന്നെ എത്തുന്നു. ജാവോ ഫെലിക്സിൻ്റെ ആ ഒരു പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനത്തിൻ്റെ കണക്ക് നമുക്ക് നോക്കണം. ആദ്യം ജാവോ ഫെലിക്സ് 8.2 അദ്ദേഹത്തിന് sofascore.com കൊടുത്തിട്ടുള്ള റേറ്റിംഗ് എന്ന കാര്യം നോക്കുക. 90 മിനിറ്റ് കളിച്ചു, ഒരു ഗോൾ അദ്ദേഹത്തിൻ്റെ വക, ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട്, ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ട്, ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു, 6 ഡ്രിബിളിംഗ് അറ്റംപ്റ്റ് 3 വിജയിച്ചു, ഒരു ഷോട്ട് വുഡ് വർക്കായി പോയി, ഒരു ബിഗ് ചാൻസ് മിസ് ചെയ്തു, 39 ടച്ചുകൾ, 17 പാസുകളിൽ 14 ആക്യുറേറ്റ്, 82% പാസിംഗ് ആക്യുറസി, 4 ലോങ് ബോളുകൾ അദ്ദേഹം കൊടുത്തു, 17 ഗ്രൗണ്ട് ഡ്യുവൽസ്, അതിൽ 10 അദ്ദേഹം വിൻ ചെയ്തു. അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനത്തിന് നൽകിയ റേറ്റിംഗ് 7.2 ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അൺസെൽഫിഷ് അസിസ്റ്റ് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ട്രൈ ചെയ്യായിരുന്നു, ഓപ്പൺ ഫേസ് ടു ഫേസ് ആ ഗോൾ കീപ്പറുമായിട്ട്. എന്നിട്ട് അദ്ദേഹം വളരെ അനായാസം മറുഭാഗത്തേക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയായിരുന്നു. 89 മിനിറ്റ് കളിച്ചു, ഒരു അസിസ്റ്റ്, ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട്, ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ട്, 2 ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു, 2 ഡ്രിബിളിംഗ് അറ്റംപ്റ്റ്, 2 സക്സസ്ഫുൾ ആയി, 32 ടച്ചുകൾ, 14 പാസുകൾ, 12 കൃത്യമായി ലക്ഷ്യത്തിലേക്ക്, 86% പാസിംഗ് ആക്യുറസി, 2 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 7 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 5 വിൻ ചെയ്തു. സോ പൊള്ളിച്ചടുക്കിയ പ്രകടനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും പുറത്തെടുത്തിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അൽ നസർ ഇപ്പോൾ സൗദി സൂപ്പർ കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നു പോകുമ്പോൾ ഇത് പോർച്ചുഗീസ് മികവിൽ പൂത്ത വിജയമാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.